ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ലൈറ്റുകളാണ്. ഒന്ന് ഒരു ഫോഗ് ലാമ്പ്, അഥവാ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെറിയ രീതിക്കുള്ള ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ അടുത്ത് വരുന്നത് നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു ടൈപ്പ്, അതായത് ഒരു ഏഞ്ചൽ ടൈപ്പ് ഒരു ലൈറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് ഈ രണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ കമ്പാരിസൺ ആണ്. അതായത് ഇതിൽ ഏത് വാങ്ങണം? ഇത് നമുക്ക് ബൈക്കിലൊക്കെ നല്ല സൂട്ടബിളാണ്, എന്നാൽ ഇതും ബൈക്കിൽ സൂട്ടബിളാണ്. ഇത് നമുക്ക് കാറിലൊക്കെ എവിടെയെങ്കിലും അത്യാവശ്യം വെക്കാനും പറ്റും, ഇതും വെക്കാൻ പറ്റും. പക്ഷേ ഈ രണ്ട് മോഡലിൽ ഏതെടുക്കുന്നതാണ് നല്ലത്, ഏതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഏതിന് ലൈഫ് കൂടുതൽ കിട്ടും, ഏതാണ് അടിപൊളി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG at Explore. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സ് ഞാൻ കാണിച്ചു തരാം. യെസ്, കുറച്ച് വാറണ്ടി കാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞാൽ രണ്ട് ലൈറ്റ് ഇരിക്കുന്ന കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ തന്നെ ക്ലിപ്പുകൾ നമുക്ക് കാണാം. ക്ലാമ്പ്, രണ്ട് LN കീ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിൽ മാത്രമാണ്. ഇനി ഈ ലൈറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടൊറീറ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലൈറ്റ് വരുന്നത്. നല്ല കിടുക്കൻ, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം തോന്നുമെന്ന് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ നല്ല രസമുള്ളൊരു ലൈറ്റ്. ഇതിൻ്റെ വയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. 3 വയറാണ് വരുന്നത്, യെല്ലോ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഒരു വാം വൈറ്റും വരുന്നുണ്ട്, ഒരു പ്യുവർ വൈറ്റും വരുന്നുണ്ട്. അപ്പം ഇനി അടുത്ത മോഡലും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡലും നമുക്ക് കാണാം. ഈ കാണുന്ന ഒരു മോഡൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും ഇത് ഫെമിലിയർ ആയിരിക്കും ഈ ഒരു മോഡൽ. പക്ഷേ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു അലുമിനിയം ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ബോഡി ഫുൾ അലുമിനിയമാണ്. ഈ ഒരു മോഡൽ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ സൈഡൊക്കെ കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ടൊക്കെ കൂടെയാണ് ഇവിടെ ഫിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വയേഴ്സൊക്കെ വരുന്നത് നല്ല സീൽഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടൈപ്പ് വാങ്ങുകയാണെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. പക്ഷേ പ്ലാസ്റ്റിക് ബോഡിയുള്ള, അഥവാ ഫൈബർ ബോഡിയുള്ള സാധനം മേടിക്കാൻ കിട്ടും. ഒരു കാരണവശാലും അത് മേടിക്കരുത്. രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. രണ്ട്, അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിങ് ബോഡിയിലോട്ട് തന്നെ വന്ന് പെട്ടെന്ന് ആ ബോഡി കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈറ്റിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റി, അതായത് വെട്ടവും കുറവാണ്. ഇതൊരു അലുമിനിയമാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒച്ച കേൾക്കുമ്പോൾ അറിയാം ഇതൊരു അലുമിനിയം പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല രീതിക്ക് വെട്ടം കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച ടൊറീറ്റോ വെച്ച് നോക്കുകയാണെങ്കിൽ പോരാ, 100% പോരാ. പക്ഷേ ഈവൻ കോസ്റ്റ് എഫിഷ്യൻസി നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ലൈറ്റ് വാങ്ങാൻ സാധിക്കും. ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ സൈഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും രാത്രി പോകുമ്പോൾ. പക്ഷേ ഇത് ഒരു കാരണവശാലും നേരെ വെക്കരുത്, വരുന്നവൻ്റെ കണ്ണിലടിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നേരെ താഴോട്ട്, അതായത് നിങ്ങൾക്ക് റോഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ ലൈറ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് വെക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് റോഡ് വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു കാരണവശാലും ബാക്കിയുള്ളവന് പണി കൊടുക്കാൻ ആകരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇനി നമുക്കിത് രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് രണ്ടും കാണാൻ സാധിക്കും. ഇതൊരു പ്യുവർ വൈറ്റ് കളർ LED ലൈറ്റാണ് ഇതിൽ വരുന്നത്. എന്നാൽ ഈ ഒരു മോഡൽ, അതായത് നമ്മുടെ ടൊറീറ്റോയ്ക്ക് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് വാമും വൈറ്റുമാണ് വരുന്നത്. പിന്നെ ഒരു പ്രൊജക്ടർ ലെൻസാണ് വരുന്നത്. പ്രൊജക്ടർ ലെൻസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്ടർ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏരിയയിലോട്ട് ചുമ്മാ സ്കാറ്റർ ചെയ്ത്, അല്ലെങ്കിൽ തെറിച്ച് പോകുന്ന പോലെ ലൈറ്റ് വെറുതെ പോയി നമുക്ക് പാഴാകത്തില്ല. കൃത്യമായിട്ടുള്ള ആംഗിൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റോഡിലോട്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ആ ഫോക്കസ് ചെയ്ത് വെക്കുന്ന ഏത് പോർഷനിലോട്ടാണോ ആ പോർഷനിലോട്ട് മാത്രം നമുക്ക് വെട്ടം കിട്ടത്തുള്ളൂ. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവരെ രണ്ടിനെ ഒന്ന് കത്തിച്ച് നോക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്കിത് ഫിറ്റ് ചെയ്ത് കാണണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക, ഞാൻ ഉറപ്പായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ശരിക്കും ഫോഗ് ലാമ്പ് ഇല്ലാത്ത വാഹനങ്ങളിലൊക്കെ എവിടെയെങ്കിലും കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നോക്കി നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. കാണാനും ഒരു ഐശ്വര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുഞ്ഞൻ ലൈറ്റാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് ഈ മോഡൽ കൃത്യമായിട്ട് സൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഇതും നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടെ സൈസ്ഡ് ആണ്. ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. ഈ ബോഡി, ഇതിൻ്റെ ബോഡി എല്ലാം അലുമിനിയാണ് വരുന്നത്. ഒരു കാരണവശാലും മറ്റേ ഫൈബറോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് ഇതിന് ലൈഫ് കിട്ടുന്നതാണ്, 1 ഇയർ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ് ഈ ഒരു മോഡലിന്. ഇതിന് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഇത് രണ്ടിൻ്റെ പ്രൈസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് 4499 ഈ ടൊറീറ്റോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ 3500 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് 850 രൂപയാണ് ഒരു പീസിൻ്റെ വില വരുന്നത്. 850 ആണ് ഒരു പീസിൻ്റെ വില വരുന്നത്. ഒരു പീസ് വേണമെന്നുള്ളവർക്ക് ഒരു പീസ് മേടിക്കാം, 2 പീസ് വേണമെന്നുള്ളവർക്ക് 2 പീസ് മേടിക്കാം. അതും താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. സാധനം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് കത്തിച്ച് നോക്കാം. 12 വോൾട്ട് ഞാൻ കണക്ട് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കത്തി നിൽക്കുന്നത്. ഇത് 3 മോഡുകളാണ് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വരാം.
ഇത് ഫസ്റ്റ് ഇത് ഫ്ലാഷിംഗ് മോഡ്. ഒന്നുകൂടെ ഞാൻ ഓഫ് ചെയ്തു, ഒന്നുകൂടെ ഓൺ ചെയ്ത സമയത്ത് ഇത് ബ്രൈറ്റ് മോഡ്, ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഓൺ ചെയ്തപ്പോൾ ഇത് ലോ മോഡ്, ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഒന്നുകൂടെ വെച്ചപ്പോൾ ഫ്ലാഷ് മോഡ്. അതായത് മൊത്തം 3 മോഡുകളാണ് ഈ ഒരു ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ മറ്റതെന്ന് പറഞ്ഞാൽ 2 മോഡും, അത് മോഡായിട്ട് വരുന്നില്ല, കളേഴ്സ് മാത്രം വരുന്നുള്ളൂ. അതായത് ഒരു വാം വൈറ്റും ഒരു വൈറ്റും. അതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇനി ഈ ടൊറീറ്റോ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. നെഗറ്റീവ് മാത്രം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ഞാൻ എടുക്കുകയാണ്. റെഡ് കൊടുത്ത സമയത്ത് നമുക്കിവിടെ വൈറ്റ് കത്തിയിരിക്കുന്ന വളരെ കൃത്യമായിട്ട് കാണാം. നല്ല വെട്ടമാണ് കേട്ടോ. അതായത് എനിക്ക് ഇവിടെ നിന്ന് അടിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് യെല്ലോയിലോട്ട് കണക്ട് ചെയ്യാം. ഇതിപ്പം യെല്ലോ ലൈറ്റാണ്, അതായത് നമുക്ക് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. വൈറ്റ്, അടുത്ത് വരുന്ന യെല്ലോ. ഓക്കെ, ഇത് രണ്ടിൻ്റെ ആംഗിൾ വ്യത്യാസവും രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. ആംഗിൾ യെല്ലോ ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. രണ്ട് ലൈറ്റ് വരുമ്പോൾ ഒരെണ്ണം ഒരല്പം പൊങ്ങിയേ നിൽക്കത്തുള്ളൂ, യെല്ലോ ഒരല്പം പൊങ്ങിയാണ് നിൽക്കുന്നത്. ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വേറൊന്നും കൊണ്ടല്ല, മറ്റതിൽ നമ്മൾ ഒരു തവണ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഈ ബ്ലിങ്കിങ്, ഒരെണ്ണത്തിൽ ബ്ലിങ്കിങ് വന്നാൽ ചിലപ്പോൾ മറ്റതിൽ ലൈറ്റ് കത്തിയായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡായിട്ടുള്ള മോഡൽസിലൊന്നും ആ ഒരു പ്രശ്നം വരത്തില്ല. കാരണം രണ്ടും 2 വയേഴ്സാണ് വരുന്നത്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് കാണുമായിരിക്കും, നമ്മൾ റെഡ് കണക്ട് ചെയ്ത് വൈറ്റ് കത്തി, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്താലോ? അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ആൻഡ് യെല്ലോ കത്തും. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ്, അല്ലെങ്കിൽ യെല്ലോ, അല്ലെങ്കിൽ രണ്ടും കൂടെ, അതായത് യെല്ലോവും വൈറ്റും കൂടെ ഒന്നിച്ച് കത്തിക്കുന്ന രീതിയും ചെയ്യാൻ പറ്റും. അന്നേരം ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ഫോഗ് ലാമ്പ്, വൈറ്റ് ഒരു ഫോഗ് ലാമ്പായിട്ട് യൂസ് ചെയ്ത് തന്നെ യെല്ലോയും യൂസ് ചെയ്യാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ബലേനോയ്ക്ക് ഉണ്ട്, ഫ്രോങ്സ്, പിന്നെ പുതിയ മോഡൽ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് വാഹനങ്ങളിലാണെങ്കിലും ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കത്തില്ല. ഇത് നല്ലൊരു ഫോഗ് ലാമ്പായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ഇടുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണോ, അല്ലെങ്കിൽ ഫിറ്റ്മെൻറ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കുക.